നമ്മുടെ മോദിജി വിശ്വഗുരു ആവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്കേ നമ്മുടെ പാസ്പോർട്ട് കുത്തി താഴെ വീഴണമെന്നുള്ളത് നമ്മുടെ മറന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ജീനെ സപ്പോർട്ട് ചെയ്ത് ജീനെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് വിശ്വഗുരു ജഗദ്ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ നടപ്പുണ്ട്. ഈ സംഖ്യകൾക്ക് ഇപ്പോഴും നമ്മുടെ പാസ്പോർട്ടിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. നമ്മുടെ നിർമ്മല സീതാറാം പറഞ്ഞ പോലെ നമ്മൾ ഈ 5 ട്രില്യണിലോട്ടൊക്കെ കയറാൻ പോവുക നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പാസ്പോർട്ടിനൊരു മൂവിച്ചല്ലല്ലോ, പാസ്പോർട്ട് താഴോട്ടാണ് പോകുന്നത്. അതെന്താ നമ്മൾ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവും ഏതോ 2040 50 എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്പോർട്ട് മാത്രം അങ്ങോട്ട് മൂടുന്നില്ല. അതൊരുമാതിരി പിന്നോട്ട് പോണ അവസ്ഥ നടന്നുകൊണ്ട് നിൽക്കുന്നത്. എന്തോന്നും അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഇപ്പോഴത്തെ പാസ്പോർട്ട് ഇൻഡെക്സ് ഉണ്ട്, നമ്മുടെ വേൾഡിലെ ഏറ്റവും പവർഫുൾ പാസ്പോർട്ട് നോക്കുന്ന പരിപാടി. ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ അതിൽ നിൽക്കുന്നത് 85th, അതായത് 85ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പറയും 85ലൊക്കെ എത്തിയില്ലേ, പണ്ട് 100ആയിരുന്നു. അതല്ല എൻ്റെ സത്യം. നമ്മുടെ മോദിജി 2014 ഭരിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് ഇൻഡെക്സ് 71 72 എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് 12 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമ്മളത് 85ലോട്ട് കുതിച്ചോടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാലോ, ഈ പാസ്പോർട്ട് ഇൻഡെക്സ് നിങ്ങൾ വെറുതെ അടിച്ച് നോക്കാം. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് വെറുതെ പാസ്പോർട്ട് ഇൻഡെക്സ് നിങ്ങൾ അടിച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് പാസ്പോർട്ട് ഇൻഡെക്സ് ഉണ്ടാക്കുന്ന ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്, ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, ഹെൻലി ആൻഡ് ബ്രദേഴ്സ് എന്ന് പറയും. അവരുടെ പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് പാസ്പോർട്ട് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പനി. അപ്പം ഹെൻലി ആൻഡ് ബ്രദേഴ്സിൻ്റെ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിൻ്റെ പൊസിഷൻ ഇപ്പം 85th ആയിട്ടുണ്ട്. 85. 2014 ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് 71 72 വരെ അതായിരുന്നു നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആ കാലം. അതായത് മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെയുള്ള സമയത്തായിരുന്നു നമ്മുടെ പാസ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇരുന്നത്. ഇനി നമ്മുടെ മോദി വിശ്വഗുരു ആവുന്ന സമയത്ത് 2021 നമ്മൾ 91 വരെയൊക്കെ പോയിരുന്നു. അതെങ്ങനെയൊക്കെ തട്ടിപ്പിടിച്ചപ്പോൾ ഇങ്ങോട്ട് വീണ്ടും കുറച്ചും ഒരു ചെറിയ മെച്ചം കാണിച്ചതാണ്. നമ്മുടെ മോദിജി അല്ലെങ്കിൽ നമ്മുടെ സംഘികൾ രാഖി രാമായണം വിശ്വഗുരു നമ്മൾ ഇന്ത്യ 3ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് 1ാം സ്ഥാനത്തൊക്കെ പറയുമ്പം അതൊക്കെ വെറും കെട്ടുകഥകൾ, വെറും PR മാത്രമാവുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സംഖ്യകൾക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തോ, അതോ അവർ ഈ വാട്സപ്പ് ഗോദി മീഡിയ കാണിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കാണിച്ച് ഇങ്ങനെ പറ്റിച്ച് വെച്ചിരിക്കുക നമ്മുടെ നാട്. ഈ പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളുണ്ട്, 2-3 കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും ഫസ്റ്റ്, എത്ര കൺട്രീസിൽ നമുക്ക് പോവാം എന്നുള്ളതാണ് നമ്മുടെ പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ ഒരു മെയിൻ പരിപാടി. എത്ര കൺട്രീസിൽ നമുക്ക് വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ ഫ്രീ വിസ, അത് നമുക്ക് വിസിറ്റ് വിസ എടുത്ത് പോവാം, വിസ എടുത്ത് പോവാം. അതല്ലെങ്കിൽ നമുക്ക് വിസ വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് വെറുതെ പാസ്പോർട്ട് പോക്കറ്റിൽ അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതാണ് ഒരു മെയിൻ പോയിന്റ്. അത് നോക്കുമ്പം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ 85th നിൽക്കാൻ തന്നെ കാരണം എന്താണെന്നോ, ഇതൊരു 100 അങ്ങോട്ട് പോകേണ്ട കാര്യമായിരുന്നു. ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളിലോട്ട്, ഓൾമോസ്റ്റ് 65 to 70 രാജ്യങ്ങളിലോട്ട് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കോമഡി എന്താണോ, ഈ പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ രാജ്യങ്ങളാണോ, യൂറോപ്യൻ രാജ്യങ്ങളാണോ, അറേബ്യൻ രാജ്യങ്ങളൊന്നുമല്ല. ആർക്കും വേണ്ടാത്ത ചെറിയ കുഞ്ഞ് ഐലൻഡുകളുണ്ട്, കുറേ ആഫ്രിക്കൻ ഐലൻഡ്സ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മളടുത്തുള്ള കുറച്ച് ചോട്ട രാജ്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു നയതന്ത്ര ബന്ധം വെച്ച് അവിടേക്ക് ടൂറിസം എന്നുള്ള രീതിയിൽ മാത്രം പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ 70 രാജ്യങ്ങളിലോട്ട് ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. ഇതുകൊണ്ട് ഒരു സാമ്പത്തികപരമായിട്ടും ഒരു നല്ലൊരു കാര്യത്തിന് ഇന്ത്യക്ക് ഒരു ഗുണമില്ലാത്ത കാര്യം. ഇതാണ് ഒരു ഇൻഡെക്സ്. അതുകൊണ്ട് നമ്മൾ 85ൽ നിൽക്കും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മളൊരു സ്ഥലത്തെത്തി, ഒരു വിസിറ്റിന് പോയിട്ട് ഒരു സ്ഥലത്തെത്തി അവിടെ നമ്മൾ തിരിച്ചു കയറി വരൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ നിന്നൊക്കെ നമ്മുടെ ഇന്ത്യക്കാരെ കൂടെ തള്ളി വിട്ടതൊക്കെ. അപ്പം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞാലും തിരിച്ച് വരാണ്ടിരിക്കുക. അങ്ങനെ അത്രയും ഫ്രോഡ്, ക്രിമിനലിസം കാണിക്കുന്ന പൗരന്മാർക്കാണ് പിന്നെ ഇവർ മാർക്കിടുക. നമ്മുടെ ഇന്ത്യ അങ്ങ് മേലുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ പോയിട്ട് അവിടെ തങ്ങി അവിടെ എന്താ പറയുക, ഈ ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ട് അവിടെ പോയ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഗുജറാത്തികളാണ്. നമ്മുടെ മോദിയുടെ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയത്. അവർക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഗുജറാത്തിലെ ആൾക്കാരുടെ ഒരു അവസ്ഥ, കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോവേണ്ടി വരുന്നൊരവസ്ഥ, ഇന്ത്യയിൽ നിന്ന് അവിടെ പോകേണ്ടി വരുന്നൊരവസ്ഥ. അപ്പം ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് പാസ്പോർട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഈ ഒരു പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മൾ പിന്നോട്ട് പോകുന്നത്, നമുക്ക് ഫ്രീ വിസ തരാതിരിക്കുന്നത്. പിന്നെ വേറൊന്ന്,
നമ്മൾ അങ്ങനെ ഒരു കൺട്രി ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ക്വാളിറ്റി ലൈഫ് ഇവർക്ക് ഉണ്ടാവുമോ, അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമോ, അതല്ല നമ്മൾ വെറും എച്ചിത്തരം കാണിച്ചിട്ട് ക്രിമിനൽ മൈൻഡ് കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി കാണിക്കൂ എന്നൊക്കെ ഉള്ളത് കൊണ്ട് അതാണ് വേറൊരു ഇൻഡസ്ട്രീനെ നമ്മൾ അടിസ്ഥാനമാക്കി വെക്കുന്ന ബെഞ്ച് മാർക്ക്. ഇതിലും നമ്മൾ വളരെ പൂറാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മുടെ പൊസിഷൻ 85th പറ്റിയത്. ഇനി ഇത് മുന്നോട്ട് പോവോ പിന്നോട്ട് പോകുമോ എന്നൊക്കെ പടച്ച തമ്പുരാനറിയാം. എന്താ പറയുക, ഇതൊന്നും ഗോതീമയുടെയൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേണം അവർക്ക് ലിസ്റ്റ് പുതിയ ഉണ്ടാക്കുക, ഇന്ത്യനെ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പരത്താൻ നമുക്കൊന്ന് സംഖ്യകളെ പറ്റിക്കാനേ അതേ നടക്കുകയുള്ളൂ. അപ്പം ഏറ്റവും ബെസ്റ്റ് പാസ്പോർട്ടായിട്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡസ്ട്രിയിലുള്ളത് സിംഗപ്പൂരാണ്. സെക്കൻഡ് ജപ്പാൻ, ഫിൻലാൻഡ് അങ്ങനെ പോകുന്നു. സിംഗപ്പൂർ 190-95 രാജ്യങ്ങളോട്ട് ഫ്രീ ആയിട്ട് പോകും. ഒന്നും വേണ്ട, ചുമ്മാ പാസ്പോർട്ടും കൈ പിടിച്ച് നേരം കയറി ചെന്നാൽ മതി. എവിടെ വേണമെങ്കിലും കയറാം. അത് യൂറോപ്പുണ്ട്, അമേരിക്കൻ കൺട്രീസ് ഉണ്ട്, എന്താ പറയുക, ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്, അറബിക് കൺട്രീസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ സ്പെൻഡ് ചെയ്യാനുള്ളത്, അവരുടെ സ്വഭാവം, സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തമ്പടിച്ച് കൂടില്ല, തിരിച്ച് കയറി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതാണ് പാസ്പോർട്ട് ഇൻഡസ്ട്രിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ ഈ ഹെൻലിയൻ ബ്രദേഴ്സിൻ്റെ പാസ്പോർട്ട് ഇൻഡസ്ട്രി തന്നെ US ആയിരുന്നു ആദ്യം, സെക്കൻഡ്. ഫസ്റ്റ് സിംഗപ്പൂരും, അതിൻ്റെ ഇടയ്ക്ക് അയർലാൻഡ് വരെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഫിൻലാൻഡ് വന്നിട്ടുണ്ട്, ലക്സംബർഗും നോർവേ ഒക്കെ വന്നിട്ടുണ്ട് മുമ്പ്. അപ്പം ഇപ്പം US ട്രംപ് കയറിയ സമയം കൊണ്ട് ഈ കഴിഞ്ഞ 2025 പുതിയ പാസ്പോർട്ട് ഇൻഡസ്ട്രിയിൽ US 2nd 9ാം സ്ഥാനത്തോട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? അവിടുത്തെ ഭരണമാറ്റം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരുടെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി, ഫിനാൻഷ്യലി മറ്റ് പല കാരണം കൊണ്ടും US ആൾക്കാർക്ക് അവരുടെ ഈ ഒരു പാസ്പോർട്ട് ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടുള്ള കുറേ ബെഞ്ച് മാർക്കുകളിൽ അവരുടെ പോയിൻ്റ് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 2nd 9 ഒറ്റ കുത്തനെ താഴോട്ട് വന്നത് US പോലും. അപ്പോൾ പിന്നെ ഇന്ത്യൻ്റെ അവസ്ഥ ആലോചിക്കണമല്ലേ. ഇതൊന്നും അറിയാണ്ട് കൈയടിക്കുന്ന വിശ്വഗുരുവിന്, വിശ്വജഗദ്ഗുരുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സംഘികളെ നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സംഘപുത്രന്മാരെ പ്ലീസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കലെടുത്തു.